ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് NH66 വർക്കുകൾ വൈകിപ്പിക്കുന്ന ROW എന്ന വില്ലനെ കുറിച്ചാണ്. അതിനു മുൻപായി ഇന്നലെ രാത്രി ഗ്രൂപ്പിൽ വന്ന 2 വർക്കുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ വർക്ക് തളിക്കുളം സെൻറ്ററിലാണ്. തളിക്കുളം സെൻറ്ററിൽ റീവാൾ വർക്കുകൾ നടക്കുന്ന ഭാഗത്ത് ആരോ മറ്റു വർക്കുകൾ നടത്തുന്നതായിട്ട് ഇന്നലെ ഗ്രൂപ്പിൽ അറിയിപ്പ് കിട്ടിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പഞ്ചായത്ത് റോഡ് ടാറിങ്ങുമായി ബന്ധപ്പെട്ട ടാർ മിക്സിംഗ് വർക്കുകളാണ് അവിടെ നടക്കുന്നത്. സത്യത്തിൽ ആ വർക്കുകൾ അവിടെ നടക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ നമ്മളുടെ ആറിവാൾ വർക്കിൻ്റെ കുഴിയെടുക്കുന്നതിനാൽ അത് മാറ്റിത്തരണമെന്ന് അവരോട് നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുത്തു. അങ്ങനെ അവരുടെ വർക്ക് മറ്റൊരു സ്ഥലത്തേക്ക് അവർ മാറ്റി സ്ഥാപിച്ചു. അവിടുത്തെ പ്രോബ്ലം സോൾവായി. പിന്നീട് പോയത് ഏങ്ങണ്ടിയൂരുള്ള MI ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്കാണ്. അവിടെ ഇന്നലെ രാവിലെ പൈപ്പ് പൊട്ടിയിരുന്നു. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽസ് സാധനങ്ങളെല്ലാം സ്റ്റോറിൽ നിന്ന് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്ക് നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ വർക്കെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ അവരുമായി കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവിടെ നിന്ന് ഞാൻ പിന്നീട് തിരിച്ചു പോന്നു. ഈ കാണുന്നത് വാട്ടർ അതോറിറ്റിയുടെ പ്രഷർ ടെസ്റ്റാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം നമ്മുടെ പൈപ്പുകൾക്ക് താങ്ങാനുള്ള ശേഷിയുണ്ടോ എന്ന് നോക്കുന്ന ഒരു ടെസ്റ്റാണ്. ഈ പ്രഷർ താങ്ങാൻ കഴിയില്ലെങ്കിൽ ഈ പൈപ്പുകൾ പൊട്ടിപ്പോവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തുന്നത്. ഈ പ്രഷർ കാണിക്കുന്ന പ്രഷർ മീറ്ററാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. എന്താണ് ROW എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓഫ് വേ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഒരു ഹൈവേയുടെ വീതി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഹൈവേയുടെ മൊത്തം ഒരു പർട്ടിക്കുലർ ഭാഗത്തിൻ്റെ ഒരു മൊത്തം വീതിയാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഹൈവേയുടെ വീതി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഒരു പിക്ചറുണ്ട്. നമ്മുടെ ഡ്രെയിൻ വരെയാണ് ഒരു ഹൈവേ അവരുടെ ബൗണ്ടറി വരുന്നത് എന്ന്. ഈ കാണുന്ന ഡ്രെയിനിൻ്റെ ഏകദേശം 1.5 മീറ്റർ പുറത്തേക്ക് ആ കല്ലിരിക്കുന്ന ഭാഗത്ത് ഏകദേശം അത്രയും സ്ഥലമാണ് ഹൈവേയുടെ യഥാർത്ഥ ബൗണ്ടറി വരുന്നത്. ഈ സ്ഥലം ഹൈവേ യൂട്ടിലിറ്റി സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള സ്ഥലമാണ്. പലരും ഈ സ്ഥലത്ത് ടൈലിടുന്നതും പല ആളുകളും ടൈലിടുകയും മതിൽ കെട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ആളുകളുടെ ഒരു തെറ്റായ ധാരണ മൂലമാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ കാണുന്ന വീട് ROW ഇഷ്യൂവിൽ ഒരുപാട് നാൾ കുടുങ്ങിക്കിടന്ന ഒരു സ്ഥലമാണ്. ഇത് വീട് പൊളിച്ചു പോയപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു അത് മുഴുവനായി ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ഇതുമൂലം നമ്മൾ ഇവിടുത്തെ പൈപ്പ് ലേയിങ് സാധാരണ വരുന്നത് ഈ നമ്മളുടെ ഡ്രെയിനിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഗ്യാപ്പിൽ കൂടെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ROW ഇഷ്യൂവിൽ നിലനിന്ന കാരണം ഇവിടെ നിന്നും പൈപ്പ് വലതുവശത്തോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതുമൂലം ഒരുപാട് സമയനഷ്ടം നമുക്കുണ്ടായി. ഗുരുവായൂർ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് പോകുന്ന ഒരു 450 DI പൈപ്പുകളാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തത്. ഏകദേശം അതൊരു 15 ദിവസത്തോളം ആ പണി നീണ്ടു നിന്നു. ഇങ്ങനെയുള്ള ROW ഇഷ്യൂകൾ വരുമ്പോഴാണ് നമ്മളുടെ പണികൾ വളരെ സ്ലോ ആവുന്നത്. മാത്രമല്ല ഈ ROW ഇഷ്യൂ സോൾവ് ആവുന്ന സമയത്ത് നമ്മൾ പൈപ്പുകൾ വീണ്ടും തിരിച്ച് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്ന് നമുക്കൊരു ROW ഇഷ്യൂവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് നിന്ന് നമുക്കൊരു കോൾ വന്നിരുന്നു. സൈറ്റ് ഇൻചാർജ് വിളിച്ചിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്ന് നമ്മളോട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം.
അങ്ങനെ നമ്മൾ സൈറ്റിലെത്തി. അപ്പോൾ അവിടെ നമ്മുടെ സൂപ്പർവൈസർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അങ്ങനെ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ അവന് ROW മാർക്ക് ചെയ്ത് സ്ഥലം അവൻ കാണിച്ചു തന്നു. അപ്പോൾ നമ്മുടെ അലൈൻമെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ROW ഉള്ളത്. യെല്ലോ ലെറ്ററിൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കത് അതിൽ പൊളിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അത് യൂട്ടിലിറ്റി സാധനങ്ങൾ ഇടേണ്ട സ്ഥലത്താണ് അത് വന്നിട്ടുള്ളത്. അപ്പോഴേക്ക് നമ്മുടെ സ്ഥലത്തിൻ്റെ ഉടമ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആളായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ കൺവിൻസ് ചെയ്തു. അപ്പോൾ ആളത് സമ്മതിച്ചു, മതിൽ പൊളിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മളൊരു JCB അവിടെ നിന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് മതിൽ പൊളിച്ച് കളയേണ്ടതെന്ന് അപ്പോൾ നമ്മുടെ സൂപ്പർവൈസർ JCB ഡ്രൈവറോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മതിൽ പൊളിക്കുന്നുണ്ട് ഈ കാണുന്നത്. അപ്പോൾ നമ്മളുടെ അലൈൻമെൻറ്റിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ മാത്രമേ നമുക്ക് പൊളിക്കാനുള്ള അധികാരമുള്ളൂ. അപ്പോൾ അങ്ങനെ സൂപ്പർവൈസർ കാര്യങ്ങൾ പറഞ്ഞതനുസരിച്ചിട്ട് JCB ഡ്രൈവർ മതിൽ പൊളിക്കുന്ന രംഗങ്ങളിൽ കാണുന്നത്.